കശ്മീർ ആക്രമണത്തിൽ ഭീകരാക്രമണത്തിൽ ലഷ്കർ-ഇ തോയ്ബയ്ക്ക് പങ്കുണ്ട് എന്ന സ്ഥിരീകരണം വരുന്നു. അന്വേഷണ സംഘം NIA അന്വേഷണം ഏറ്റെടുത്തിരുന്നു. ആ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം ലഭിച്ച 2 പേരുണ്ട് ഈ സംഘത്തിൽ. 6 അംഗ സംഘമാണ് ഈ ഭീകരാക്രമണം നടത്തിയത് എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2 സംഘമായി തിരിഞ്ഞ് AK-47 ഉപയോഗിച്ച് വെടിയുതിർത്തു. സംശയാസ്പദമായി ആ പരിസരത്തു നിന്ന് ഒരു ബൈക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 2 പേർ പാകിസ്ഥാനിൽ നിന്ന് ഭീകരാക്രമണത്തിന് പരിശീലനം ലഭിച്ചവരാണ്. ഭീകരാക്രമണം നടത്തിയത് 6 അംഗ സംഘമാണ് എന്ന വിവരങ്ങളൊക്കെയാണ് പുറത്തുവരുന്നത്. കാക്കി വസ്ത്രം ധരിച്ചാണ് ഈ ഭീകരർ അവിടെ എത്തിയത് എന്നതുമൊക്കെ വിവരങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാതി തുടരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. സ്വാതി, കശ്മീരിൽ പൂഞ്ചിലും ഉറിയിലും സൈന്യം തിരിച്ചടിക്കുന്നു എന്ന വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി സ്വാതി പറഞ്ഞു വെച്ചത്. പാക് സൈന്യത്തിന്റെ പ്രകോപനമുണ്ടായി എന്നറിയുന്നല്ലോ, അങ്ങനെ ഉണ്ടായോ? എന്താണ് അതിലുള്ള വിവരങ്ങൾ? അന്ന, പൂഞ്ചിൽ ഇത്തരത്തിൽ പാക് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നു. തിരിച്ച് സൈന്യം വെടിയുതിർത്തതായുള്ള വാർത്തകൾ ഇപ്പോൾ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിയന്ത്രണ രേഖ പാക് സൈന്യം ലംഘിച്ചതായും ഉള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും കനത്ത സുരക്ഷയിലേക്ക്, വീണ്ടും കനത്ത ജാഗ്രതയിലേക്ക് തന്നെയാണ് ഈ കശ്മീരിലെ അല്ലെങ്കിൽ നമ്മുടെ അതിർത്തി ഭാഗങ്ങളൊക്കെ തന്നെയും പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഭീകരാക്രമണം അടക്കം നടന്ന് വലിയ ജാഗ്രതയിലേക്ക് ജമ്മു കാശ്മീർ പോകുമ്പോൾ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ നിയന്ത്രണ രേഖ ലംഘിക്കുന്ന തരത്തിലേക്ക് പാക് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും വലിയ ആശങ്കയായി തന്നെയാണ് ഉയർത്തേണ്ടത്. മറ്റ് ചില വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ മരിച്ച മലയാളി രാമചന്ദ്രൻ്റെ മൃതദേഹം ഏകദേശം 11 മണിയോടുകൂടി ദില്ലിയിലേക്ക് എത്തുമെന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ മൃതദേഹം ശ്രീനഗറിലാണ് ഉള്ളത്. ആ മൃതദേഹം ഏകദേശം 11:20 തന്നെ ദില്ലിയിൽ വിമാനത്താവളത്തിലേക്ക് എത്തും. ബന്ധുക്കളടക്കം രാമചന്ദ്രൻ്റെ ബന്ധുക്കളടക്കം ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 മണിക്ക് ശേഷമായിരിക്കും കൊച്ചിയിലേക്ക് ഈ മൃതദേഹം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ വേണ്ടി കഴിയുന്നത്. ഈ മറ്റ് വിവരങ്ങളുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പഹൽഗാം, അതോടൊപ്പം ശ്രീനഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കനത്ത സുരക്ഷയിലേക്ക് വീണ്ടും പോവുകയാണ്. ശക്തമായ തെരച്ചിൽ തന്നെ ഈ മേഖലകളിൽ, പഹൽഗാമിലടക്കം സൈന്യം ശക്തമായ തെരച്ചിൽ തുടരുന്നുണ്ട്. ഈ ഭീകരർ 2 പേരുണ്ട്. മാത്രമല്ല പാകിസ്ഥാനുമായുള്ള ബന്ധം, ലഷ്കർ-ഇ തോയ്ബയുമായുള്ള ബന്ധമൊക്കെയും ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ എന്തായാലും കൂടുതൽ അന്വേഷണങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ പ്രദേശവാസികളും അതോടൊപ്പം ഇവർക്ക് ഈ ഭീകര സംഘടനകൾക്ക് അല്ലെങ്കിൽ ഭീകരർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള തരത്തിലേക്ക് തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയും പ്രത്യേക അന്വേഷണ സംഘവും ആ തരത്തിലേക്കൊക്കെ അന്വേഷണം പോകേണ്ട സാഹചര്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ലഷ്കർ-ഇ തോയ്ബയുടെ കമാൻഡറിന് ഖാലിദ് എന്ന് പറയപ്പെടുന്ന സെയ്ഫുള്ള കസൂരി എന്ന് പറയുന്ന കമാൻഡറിന് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ചില ബന്ധങ്ങൾ ഉണ്ട് എന്നും നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് പദ്ധതി ഇട്ടിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഭീകരാക്രമണത്തെ സംബന്ധിച്ച വലിയ ജാഗ്രതയിലേക്ക് രാജ്യം പോകുന്നു. അതോടൊപ്പം കനത്ത സുരക്ഷ പെഹൽഗാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം പെഹൽഗാമിലേക്ക് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ ഹാഫിസ് സയ്യിദ് 2012-ലോ 2013-ലോ പാകിസ്ഥാനിൽ പൊതുവിടത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ള ധൈര്യമുണ്ടായ, അതിന് പിന്തുണ കൊടുത്ത രാജ്യം പാകിസ്ഥാൻ. ഈ ഹാഫിസ് സയ്യിദുമായി അടുത്ത ബന്ധമുള്ള ആളാണ് കസൂരി എന്ന വിവരങ്ങളുണ്ടല്ലോ. അത്തരത്തിലേക്കുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായും ഇത് ലഷ്കർ-ഇ തോയ്ബയുമായി കൂടുതൽ ബന്ധത്തെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധം സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് എന്തായാലും ഈ ഭീകരാക്രമണം സംബന്ധിച്ച കൂടുതൽ അന്വേഷണത്തിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസി പോകുന്നു എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് ലഷ്കർ-ഇ തോയ്ബയും അതോടൊപ്പം പാകിസ്ഥാൻ മറ്റു ഭീകര സംഘടനകളിലേക്കൊക്കെ തന്നെയും ഈ അന്വേഷണം കേന്ദ്രീകരിക്കാനുള്ള സാധ്യത
സാധ്യത കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അത്തരം സൂചനകൾ നൽകുമ്പോൾ ഈ ഭീകരാക്രമണത്തിൽ പദ്ധതിയിട്ടിട്ടുള്ളത് ആരൊക്കെയാണ്, ഇവർ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സഹായം ഈ ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന തരത്തിലേക്ക് അന്വേഷണത്തെ കൊണ്ടുപോകേണ്ടി വരും എന്നുള്ള കാര്യമാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ പറയുന്നത്. മറ്റ് കാര്യങ്ങൾ, അതായത് ഈ മരിച്ചവരുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ എത്ര പേരാകെ മരിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലേക്ക് 29ലേക്ക് മരണം എത്തി എന്ന് പറയുമ്പോൾ അത് 30 കടന്നു എന്നുള്ള ചില വാർത്തകൾ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഔദ്യോഗികമാണ് എന്നുള്ളതിൽ ഒരു സംശയമുള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ള വാർത്ത ഇപ്പോൾ പങ്കുവെക്കാത്തത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ഈ മരണസംഖ്യ സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകാതെ അത്തരത്തിലൊരു ഊഹാപോഹങ്ങളിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം മരണസംഖ്യ സംബന്ധിച്ച ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 29ലേക്ക് മരണസംഖ്യ പോയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ചില സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. എന്നാലും അത് സംബന്ധിച്ച കൂടുതൽ സ്ഥിരീകരണത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഈ ശ്രീനഗർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കനത്ത സുരക്ഷയിലേക്ക്, കനത്ത ജാഗ്രതയിലേക്ക് പോകുന്നു. കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് പോലീസും കേന്ദ്ര സേനയും കൂടിയാണ് ഈ അന്വേഷണം അല്ലെങ്കിൽ തെരച്ചിലടക്കം നടത്തുന്നത്. ഈ തെരച്ചിൽ വളരെ ഊർജിതമാക്കി പോവുകയാണ് സൈന്യം എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഈ ശ്രീനഗറിൽ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ശ്രീനഗറിൽ നിന്നും പെഹൽഗാമിലേക്ക് തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയുന്നു. പെഹൽഗാമിൽ ചെന്ന് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ തന്നെയും ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടാകും. അതിനുശേഷം ഈ മരണപ്പെട്ട് ആശുപത്രിയിൽ എത്ര പേരാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകും. അമിത്ഷാ നേരെ ഈ പരിക്കേറ്റവരെയും അതോടൊപ്പം മറ്റു കുടുംബങ്ങളെയും സന്ദർശിക്കും. ആശുപത്രിയിലടക്കം സന്ദർശിച്ചുകൊണ്ടായിരിക്കും ഇതൊക്കെ വിലയിരുത്തുക എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ ഭീകരാക്രമണത്തിൻ്റെ ഒരു ഭയപ്പാടിൽ നിന്നും ആളുകൾ ഇതുവരെയും മാറിയിട്ടില്ല. വളരെ ഞെട്ടലോടുകൂടി തന്നെ ഈ ഭീകരാക്രമണത്തെ കാണുമ്പോഴാണ് അത് സംബന്ധിച്ച ലഷ്കർ ഇ തൊയ്ബയുടെ അടക്കമുള്ള ബന്ധങ്ങളിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനി ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ ഏജൻസി ഔദ്യോഗികമായി തന്നെ അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തേക്ക് വിടുമെന്നുള്ളത് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ വരുന്ന മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ അപ്ഡേറ്റ്സുകൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കും എന്ന് മനസ്സിലാകുന്നുണ്ട്. അന്ന, അതെ, അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും സ്ഥിരീകരണം വന്നാൽ മാത്രമാണ് ഇത്ര സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ വിവരം കൂടുതൽ നൽകാൻ കഴിയൂ എന്നുള്ളതുണ്ട്. സ്വാതി അതാണ് പറയുന്നത്. വ്യക്തമായ വിവരങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത്തരം വാർത്തകളിൽ കൃത്യമായ വിവരങ്ങൾ മാത്രമാണ് പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടത് എന്നത് തീർച്ചയായും ഉണ്ട്. ലഷ്കർ ഇ തൊയ്ബ ഭീകരനായ കസൂരിക്ക് ഈ ഭീകരാക്രമണത്തിൽ ബന്ധമുണ്ട് എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നാണ് ഈ ഭീകരാക്രമണം നിയന്ത്രിച്ചത് എന്ന തരത്തിലുള്ള വിവരങ്ങളിലേക്കൊക്കെ പോകുന്നു. അതിലൊരു കൃത്യതയും വ്യക്തതയും വരേണ്ടതുണ്ട്. അത് സ്ഥിരീകരിക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്, അന്വേഷണ സംഘമാണ് എന്നുള്ളതുണ്ട്. സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.